നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്കാണ്. IPL താരലേലത്തിൽ ഏറ്റവും വില കൂടിയ വിദേശ താരമായി ഓസീസ് ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീൻ 25.2 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കാമറൂൺ ഗ്രീനെ സ്വന്തമാക്കിയത്. ശ്രീലങ്കൻ പേസർ മതീഷ പതിരാനെ 18 കോടിക്കും കൊൽക്കത്ത ടീമിലെത്തിച്ചു. താരലേലത്തിൽ കോടികൾ സ്വന്തമാക്കി ഇന്ത്യൻ യുവതാരങ്ങളായ കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ, അക്വിബ്ദാർ എന്നിവർ ലേലത്തിലെ തിളങ്ങുന്ന താരങ്ങളായി. മഹേഷ് പോലൂർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. മഹേഷ്, ഏതൊക്കെ താരങ്ങൾ ഏതൊക്കെ ടീമുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്? ഒപ്പം തന്നെ 12 മലയാളി താരങ്ങൾ ഉണ്ടായിരുന്നു, വിഘ്നേഷ് പുത്തൂർ ഉൾപ്പെടെ. ഇവരൊക്കെ ഏതെങ്കിലും ടീമുകൾ സ്വന്തമാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് താരലേലം പുരോഗമിക്കുന്നത് മഹേഷ്? അനീഷ, താരലേലം പുരോഗമിക്കുകയാണ്. പക്ഷേ അതിലേറ്റവും എടുത്തു പറയേണ്ടത് കാമറൂൺ ഗ്രീനിനെ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയതാണ്. 25.2 കോടി രൂപയ്ക്കാണ് കാമറൂൺ ഗ്രീനെ KKR തട്ടകത്തിലെത്തിച്ചത്. മുംബൈയാണ് ഗ്രീനായി വിളി തുടങ്ങിയത്. വളരെ ശക്തമായി ചെന്നൈയും രംഗത്തുണ്ടായിരുന്നു. ചെന്നൈയും KKRും ഇഞ്ചോടിഞ്ച് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കാമറൂൺ ഗ്രീനായി മുന്നോട്ട് വന്നു. ഒടുക്കം 25.2 കോടിക്ക് കാമറൂൺ ഗ്രീനെ കൊൽക്കത്ത അവരുടെ തട്ടകത്തിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ കൊൽക്കത്ത 18 കോടി രൂപയ്ക്കാണ് മതീഷ പതിരാനയെ, ശ്രീലങ്കൻ പേസർ മതീഷ പതിരാനയെ കൊൽക്കത്ത സ്വന്തം തട്ടകത്തിൽ എത്തിച്ചത്. 64 കോടി രൂപ ഈ ലേലം തുടങ്ങുമ്പോൾ KKRന്റെ കൈവശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വമ്പൻ താരങ്ങളെയൊക്കെ വളരെ പെട്ടെന്ന് സ്വന്തം ടീമിലെത്തിക്കാൻ KKRന് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വില കൂടിയ 2 താരങ്ങളെ അവർ എടുക്കുകയാണ്. പക്ഷെ ഞെട്ടിച്ചത് CSK ആണ് എന്ന് പറയണം. ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. കാരണം പ്രശാന്ത് വീർ എന്ന് പറയുന്ന താരത്തെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു താരം, ഉത്തർപ്രദേശുകാരനായ പ്രശാന്ത് വീർ ഓൾറൗണ്ടറാണ്. പ്രശാന്ത് വീറിനെ 14.2 കോടി രൂപയ്ക്ക് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ചെന്നൈ രാജസ്ഥാനിലെ വിക്കറ്റ് കീപ്പറായ, രാജസ്ഥാൻ സ്വദേശിയായ വിക്കറ്റ് കീപ്പറായ കാർത്തിക് ശർമ്മയെ 14.2 കോടി രൂപയ്ക്ക് കൊണ്ടുവന്നു. 2 താരങ്ങളെയും 14 കോടിക്ക്. ഈ 2 താരങ്ങൾക്കായി CSK 28 കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളത് പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഈ 2 താരങ്ങളും ചെന്നൈ നേരത്തെ തന്നെ നോട്ടമിട്ട് വെച്ച താരങ്ങളാണ്. അതിൽ കാർത്തിക് ശർമ്മ വിക്കറ്റ് കീപ്പറാണ്. 169 സ്ട്രൈക്ക് റേറ്റുള്ള ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നുന്ന താരമാണ്. ഒപ്പം തന്നെ അക്വിബ്ദാർ, അദ്ദേഹം 8.4 കോടി രൂപയ്ക്ക് ഡൽഹിയിലേക്ക് എത്തുകയാണ്. ഇന്ത്യയുടെ പുതിയ പേസ് സെൻസേഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു താരമാണ്. ജമ്മു കാശ്മീരിലെ താരമാണ് അക്വിബ്ദാർ. രവി ബിഷ്ണോയ്, അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്പിന്നറാണ്. 7.2 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുന്നു. വെങ്കടേഷ് അയ്യർ, കഴിഞ്ഞ തവണ 25 കോടി രൂപയ്ക്ക് കൊൽക്കത്തയിലുണ്ടായിരുന്ന വെങ്കടേഷ് അയ്യർക്ക് വേണ്ടി ഇന്നും കൊൽക്കത്ത മുന്നിലുണ്ടായിരുന്നു. 7 കോടി രൂപയ്ക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വെങ്കടേഷ് അയ്യരെ അവരുടെ തട്ടകത്തിൽ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി. വെങ്കടേഷ് അയ്യരെ. ഡേവിഡ് മില്ലർ 2 കോടി രൂപ. ഒപ്പം തന്നെ ആൻഡ്രിച്ച് നോർത്തെ, ഡേവിഡ് മില്ലർ ഡൽഹിയിലേക്കാണ് കേട്ടോ. ആൻഡ്രിച്ച് നോർത്തെ 2 കോടി രൂപയ്ക്ക് ലക്നൌവിലേക്ക് എത്തി. വനിന്ദു ഹസരംഗ 2 കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് എത്തി. ഡൽഹിയിലേക്ക് ബെൻ ഡക്കറ്റ് എത്തുകയാണ് 2 കോടി രൂപയ്ക്ക്. ഫിയാലിനെ KKR കൊണ്ടുവന്ന് 2 കോടി രൂപയ്ക്ക്. മലയാളി താരങ്ങൾ, നേരത്തെ ചോദിച്ചതുപോലെ മലയാളി താരങ്ങൾ വിഘ്നേഷ് പുത്തൂർ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ അല്പസമയത്തിനകം ഈ ലേലത്തിലേക്ക് എത്തും. പക്ഷേ ഏതൻ ആപ്പിൾ ടോം അൺക്യാപ്ഡ് ഓൾറൗണ്ടർമാരുടെ വിഭാഗത്തിലെത്തിയിരുന്നു. പക്ഷെ അദ്ദേഹത്തെ അൺസോൾഡ് ആയിപ്പോയി. ഏതൻ ആപ്പിൾ ടോം ആണ് നിലവിൽ വന്നിരിക്കുന്ന ഒരു മലയാളി താരം. പക്ഷെ അൺസോൾഡ് ആയ പ്രധാനപ്പെട്ട താരങ്ങളുടെ നിര കൂടി നമ്മൾ നോക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജേക്ക് ഫ്രേസർ മക്കർഗാണ് അൺസോൾഡ് ആയ ആദ്യ റൗണ്ടിൽ. പൃഥ്വിഷ അൺസോൾഡ് ആണ്. ഡെവൻ കോൺവേ അൺസോൾഡ് ആണ്. സർഫറാസ് ഖാൻ അൺസോൾഡ് ആണ്. ഗസ് അറ്റ്കിൻസൺ അൺസോൾഡ് ആണ്. രച്ചിൻ രവീന്ദ്രയും ലിയാങ് ലിവിങ്സ്റ്റണും അൺസോൾഡ് ആണ്. അപ്പോൾ അങ്ങനെയും ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ലേലം പുരോഗമിക്കുകയാണ്. കൂടുതൽ മലയാളി താരങ്ങളുണ്ട്. മൊത്തം 13 മലയാളികളാണ് ഈ ലേലത്തിലുള്ളത്. കൂടുതൽ താരങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും വിഘ്നേഷ് പുത്തൂർ അല്പസമയത്തിനകം തന്നെ ഈ ഒരു ടേബിളിലേക്ക് എത്തും, ഓപ്ഷൻ ടേബിളിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ഏതാണ്ട് 359ഓളം താരങ്ങളാണ് ഈ താരലേലത്തിലുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എത്ര താരങ്ങളെ ഓരോ ടീമുകളും സ്വന്തമാക്കിയിട്ടുണ്ട്? ഇനി എത്ര പേർ ബാക്കിയുണ്ട്? മൊത്തം 77 സ്ലോട്ടാണ് ഉള്ളത്. 77 സ്ലോട്ടാണ് ആകെ ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാശ് പണം കയ്യിലുണ്ടായിരുന്നത് കൊൽക്കത്തയ്ക്കായിരുന്നു. അപ്പോൾ ഇനിയും താരങ്ങളുണ്ട്. 77ലേക്ക് എത്തിയിട്ടില്ല. മനസ്സിലാക്കിയിടത്തോളം ഒരു 20ൽ താഴെ മാത്രം താരങ്ങളെയാണ് ഇതിനോടകം തന്നെ ടീമുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പോൾ കിൻഡൻ ഡീകോക്ക്, അദ്ദേഹത്തെ നമ്മൾ പറയണം. കിൻഡൻ ഡീകോക്ക് 1 കോടി രൂപയ്ക്ക് മുംബൈയിലേക്ക്, അദ്ദേഹം മുംബൈയുടെ മുൻ കാലങ്ങളിൽ അദ്ദേഹം മുംബൈയുടെ വിലപ്പെട്ട താരമായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മുംബൈയിലേക്ക് തിരികെ പോവുകയാണ്. കിൻഡൻ ഡീകോക്കിന് പോലും 1 കോടി രൂപ അടിസ്ഥാന വിലയിൽ മുംബൈ വിളിച്ചെടുക്കുമ്പോഴാണ് ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റിലെ താരങ്ങളെ നോട്ടമിട്ട്
ടീമുകൾ എത്തുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 താരങ്ങൾ, പ്രശാന്ത് വീറും ഒപ്പം തന്നെ കാർത്തിക് ശർമ്മയും, ഈ 2 താരങ്ങൾക്ക് വേണ്ടി 28 കോടി രൂപ ചെന്നൈ സൂപ്പർ കിങ്സ് ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ വലിയ പ്രകടനങ്ങൾ നടത്തുന്ന താരങ്ങളെ നേരത്തെ തന്നെ IPL ടീമുകൾ കണ്ണുടക്കി വെച്ചിരുന്നു. അതാണ് നേരത്തെ തന്നെ സ്കൗട്ട് ചെയ്ത് വെച്ചിരുന്നു. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ പല ടീമുകളും ഈ പണം കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. മുംബൈക്ക് ഏറ്റവും കുറവുള്ളത് കേട്ടോ, മുംബൈക്കാണ് ഏറ്റവും കുറവുള്ളത്. പല ടീമുകളും എതിരാളികളെ കയ്യിൽ നിന്ന് കൂടുതൽ പണം ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. ഒപ്പം തന്നെ പല ടീമുകളും പണം കരുതി വെച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിലെ കൂടുതൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെ വിളിക്കാൻ തന്നെയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വിഘ്നേഷ് പുത്തൂർ ഇപ്പോൾ വരുന്ന ഒരു വിവരം, വിഘ്നേഷ് പുത്തൂർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിഘ്നേഷ് പുത്തൂർ 30 ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസിലേക്ക്, അതാണ് നമുക്കിപ്പോൾ നൽകാൻ പറ്റുന്ന ഏറ്റവും പുതിയൊരു വിവരം. ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമാണ് എന്നാണ്. വിഘ്നേഷ് രാജസ്ഥാൻ റോയൽസിലേക്ക് പോയി എന്നാണ്. 30 ലക്ഷം രൂപയ്ക്ക്, അടിസ്ഥാന വിലയായ 30 ലക്ഷം രൂപയ്ക്ക് മലയാളിയായ വിഘ്നേഷ് പുത്തൂർ ഒരിക്കൽ കൂടി IPL കളിക്കാൻ ഇറങ്ങിയാണ്. മുംബൈ ഇന്ത്യൻസിന്റെ മിന്നുന്ന താരമായിരുന്ന കഴിഞ്ഞ IPL-ൽ 6 വിക്കറ്റ്, 3 മത്സരങ്ങളിൽ 6 വിക്കറ്റ് നേടിയ വിഘ്നേഷ് പുത്തൂർ ഇത്തവണ രാജസ്ഥാനിലേക്ക്, സഞ്ജു ഇല്ലാത്ത രാജസ്ഥാനിലേക്ക് വിഘ്നേഷ് എത്തുന്നു. ഒരു മലയാളിയെ കൂടി രാജസ്ഥാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. വിഘ്നേഷ് പുത്തൂർ, അതാണ് ഏറ്റവും പുതിയ വിവരം. വിഘ്നേഷ് രാജസ്ഥാനിൽ. അനീഷ പവാർ. ഏതായാലും താരലേലത്തിൽ ഇത്ര ആവേശമുണ്ടെങ്കിൽ IPL മത്സരങ്ങളിലും ഇതേ ആവേശം തന്നെ പ്രതീക്ഷിക്കുകയാണ്. മഹേഷ്, സ്പോർട്സിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് മഹേഷ് പോലൂരാണ്.